നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് പഞ്ചായത്ത് 9, 20 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും LDF-ന് മിന്നുന്ന വിജയം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ദേശീയപാത 17-ൽ രണ്ടിടത്ത് അപകടം, 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. വലപ്പാട് പഞ്ചായത്ത് 9, 20 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും LDF-ന് മിന്നുന്ന വിജയം. വലപ്പാട് പഞ്ചായത്ത് 9, 20 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 വാർഡും LDF നേടി. ഇതോടെ ഇനി പഞ്ചായത്ത് LDF-ന് സ്വന്തമായി ഭരിക്കാം. 9-ാം വാർഡിൽ LDF സ്വതന്ത്രനായി മത്സരിച്ച സുധീർ പട്ടാലി 314 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് അട്ടിമറി വിജയം നേടിയത്. 20-ാം വാർഡിൽ LDF-ന്റെ തന്നെ KR സതീശൻ 190 സ്വതന്ത്രനായാണ് സുധീർ പട്ടാലി മത്സരിച്ചത്. ആകെ പോൾ ചെയ്ത 1044 വോട്ടിൽ 679 വോട്ട് സുധീർ നേടി. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കർപ്പം വീട്ടിൽ ബദറുദ്ദീന് 365 വോട്ട് ലഭിച്ചു. കഴിഞ്ഞ തവണ UDF-ലെ സലീം കുഴിക്കണ്ടത്തിൽ 298 വോട്ടിന് വിജയിച്ച വാർഡിലാണ് സുധീറിന്റെ വിജയം. 20-ാം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KR സതീശൻ 653 വോട്ട് നേടി. ആകെ 1392 വോട്ടാണ് പോൾ ചെയ്തത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെന്തിൽ നെടിയിരുപ്പിൽ 459 വോട്ട് നേടി വാർഡിൽ BJP-യുടെ കരുത്ത് തെളിയിച്ചു. കഴിഞ്ഞ വർഷം വാർഡിൽ വിജയിച്ച കോൺഗ്രസ് 286 വോട്ട് നേടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. MS പ്രസാദ് ആയിരുന്നു ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി. വാർഡിൽ നിന്നും നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മല്ലികാദേവൻ കൂറുമാറ്റ നിരോധന നിയമത്തെ തുടർന്നാണ് അവരെ അയോഗ്യരാക്കിയതും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നതും. നിലവിൽ 20-ാം വാർഡ് LDF ഉപതെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റാണ് മല്ലികാദേവൻ. കഴിഞ്ഞ തവണ LDF-ൽ നിന്ന് 27 വോട്ടിന് മല്ലിക പിടിച്ചെടുത്ത സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയത്. വലപ്പാട് പഞ്ചായത്ത് ഓഫീസിൽ രാവിലെ 8-നായിരുന്നു വോട്ടെണ്ണൽ. ചാവക്കാട് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ CM സിഫി ആയിരുന്നു വരണാധികാരി. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്, കരിദിനാചരണം സിന്ദാബാദ്. KJU സംസ്ഥാന പ്രസിഡന്റ് CV മിത്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്കായി ക്ഷേമനിധി നടപ്പിലാക്കുമെന്നും അതിനായി 1 കോടി രൂപ വകയിരുത്തുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ക്ഷേമനിധി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല എന്ന ദുഃഖസത്യം നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഇന്നും യാതൊരു വിധത്തിലുള്ള സേവന വേതന പരിരക്ഷകളൊന്നുമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരാണ്. കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്കൊപ്പം ജില്ലാ ആസ്ഥാനങ്ങളിൽ ട്രെയിനി, കരാർ, കോൺട്രാക്ട് വ്യവസ്ഥയിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി പത്രപ്രവർത്തകരുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് രാമൻ മേനോൻ, BMS നേതാവ് AC കൃഷ്ണൻ, STU ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് അലി, സംസ്ഥാന ഭാരവാഹികളായ EM ബാബു, ജോഫി ചാലക്കുടി, PV ബിമൽകുമാർ എന്നിവർ സംസാരിച്ചു. EP രാജീവ് സ്വാഗതവും ജോസ് താടിക്കാരൻ നന്ദിയും പറഞ്ഞു. TV സദാശിവൻ, സുബ്രൻ അന്തിക്കാട്, VL പ്രദീപ്, MS സജീഷ്, ഷമീർ തളിക്കുളം എന്നിവർ പങ്കെടുത്തു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സിനിമാ സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് രാവിലെ എൻ്റെ ഒരു നിർബന്ധം പോലെ ഞാൻ പഴയ ആൽബം മറിച്ചു നോക്കി. എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ഫോട്ടോ ഉണ്ട്, ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അതെടുത്ത് നോക്കി. അത് നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നാണ്. അത് കേടുവന്നിട്ടിപ്പോൾ ഞാൻ ആൽബത്തിലേക്ക് എടുത്ത് ഒട്ടിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് ശരിയാക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കി. അത് മറിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊരു ഗൃഹാതുരത്വമാണ് അത് നോക്കുക എന്ന് പറയുന്നത്. 1973 ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്.
അപ്പോൾ ആ ആൽബം ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ മുൻനിരയിലിരുന്ന അധ്യാപകർ, അവരെയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. ഏകദേശം അതിൽ കുറേ അധ്യാപകർ ഇപ്പോൾ എൻ്റെ മുമ്പിൽ അതേപോലെ നിൽക്കുകയാണ്, ഇവിടെ ഇരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ഞാനൊരിക്കലും വിശ്വസിച്ചില്ല. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ആദ്യം കണ്ടത് അതാണ്. എൻ്റെ അധ്യാപകർ വീണ്ടും ഈ വിദ്യാലയത്തിൻ്റെ അങ്കണത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് ഇങ്ങോട്ട് കയറി വന്നതായിട്ടാണ് ആദ്യം തന്നെ തോന്നിയത്. PTA പ്രസിഡന്റ് MK തിലകൻ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യാതിഥിയായി. സിനിമാ താരം രാജീവ് മേനോൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, സ്കൂൾ മാനേജർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ, വാർഡ് മെമ്പർ TS ദാസൻ, ഗ്രാസിയ പോൾ, KM ജോസ് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപികമാരായ ട്രീസ മാത്യു, എവലിൻ ലൂയിസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ദേശീയപാത 17 രണ്ടിടത്ത് അപകടം, 3 പേർക്ക് പരിക്ക്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് നിയന്ത്രണം തെറ്റിയ കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്ത് മറ്റൊരു കാറിൽ ഇടിച്ചു നിന്നു. കാൽനടക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പെരിങ്ങോട്ടുകര ചിറയത്ത് ഗണേഷിന്റെ മകൾ കാന്തിക്കാണ് പരിക്കേറ്റത്. ബാലികയെ 3 പീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. അസ്മാബി കോളേജിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകുന്ന കാറാണ് അപകടം ഉണ്ടാക്കിയത്. പടിഞ്ഞാറ് ഭാഗത്തെ ബസ് സ്റ്റോപ്പ് തകർത്ത കാർ അമ്മയോടൊപ്പം നടന്നു പോവുകയായിരുന്ന കാന്തിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. കാർ യാത്രികർക്ക് പരിക്കില്ല. ചന്ദ്രാപിന്നി സെന്ററിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. എടത്തിരുത്തി ചൂലൂർ വലിയകത്ത് ഇൻഷാദ്, കുട്ടമംഗലം അറക്കവീട്ടിൽ മുഹമ്മദ് റാഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 5ഓടെയായിരുന്നു അപകടം. ആക്ട്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തകർന്നു കിടക്കുന്ന ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. എടത്തിരുത്തി പഞ്ചായത്ത് 7, 11 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് പല ഘട്ടങ്ങളായി 700 മീറ്ററോളം നന്നാക്കിയിരുന്നു. എന്നാൽ 300ഓളം മീറ്റർ ഇപ്പോഴും കുളമായി കിടക്കുകയാണ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും തൃശൂർ ഇരിങ്ങാലക്കുട കാട്ടൂർ ഭാഗത്തേക്കും 100 കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. ചന്ദ്രാപിന്നി സെന്ററിലെയും കൊപ്രക്കളം ഹൈസ്കൂൾ റോഡ് സ്റ്റോപ്പുകളിലെയും 200-ലധികം ഓട്ടോറിക്ഷകൾക്കും 18ഓളം ബസ് സർവീസുകൾക്കും ദുരിതം വിതയ്ക്കുകയാണ് ഈ റോഡ്. നിരവധി വാഗ്ദാനങ്ങൾ പഞ്ചായത്ത് അധികൃതർ നൽകിയെങ്കിലും റോഡ് പഴയപടി പൊളിഞ്ഞു തന്നെ കിടക്കുകയാണ്. വാഗ്ദാന ലംഘനത്തിനെതിരെ ഫെബ്രുവരി 3-ന് നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഓട്ടോ തൊഴിലാളികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NM അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നത്. അതേസമയം ഫണ്ടിന്റെ അഭാവമാണ് റോഡ് പണി വൈകിപ്പിക്കുന്നതെന്നും പുതിയ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിച്ച് മഴയ്ക്ക് മുമ്പേ പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക സർക്കാരിന്റെ കീഴിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതി വേണമെന്നും അത് വാർഡ് തലത്തിൽ വേണമെന്നുമുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഓരോ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഞാൻ നമ്മുടെ ഇവിടെ ഈ 1-ാം വാർഡിൽ ഈ ഇത്രയും വിപുലമായ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി പ്രയത്നിച്ച നമ്മുടെ വാർഡ് മെമ്പറെയും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് മെമ്പറായ അനിൽകുമാറിനെയും ഏവരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം നമുക്കിന്ന് ഓരോ ദിവസവും പത്രം നോക്കിയാലും റേഡിയോ, TV, ഏത് മാധ്യമങ്ങളിലൂടെയായാലും നമ്മൾ കേൾക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ M സുരേന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ പ്രീതി ഉണ്ണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KB അനിൽകുമാർ, CJ ജോഷി, NK സുരേഷ്, KS സജിത്രൻ എന്നിവർ സംസാരിച്ചു. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിൽ സംഘടിപ്പിച്ച മദ്ഹുർ റസൂൽ സമ്മേളനം നഹ്ജുർ റഷാദ് ചെയർമാൻ TM ഹൈദർ ഹാജി ഉദ്ഘാടനം ചെയ്തു. SMK തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അൻവർ മുഹ്യുദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ നാസർ ലത്തീഫി, മുഹമ്മദ് റാഫി അൻവരി, MK ഹസനലി ഹാജി, PM അബ്ദു ഹാജി, MCK ജമാൽ ഹാജി, PB മുഹമ്മദ് ഹാജി, EM അബ്ദു ഹാജി, PK മുഹമ്മദ് അലി ഹാജി, AC അബ്ദുൽ കരീം, PK ഹംസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രചരണത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം ഭാഷയാണ്. റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സാധുവാണ് ഞാൻ. ആ ഭാഷ തടസ്സമാകുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് പലപ്പോഴും പല വേദികളിലും പല സന്ദർഭങ്ങളിലും അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനമെടുത്തത് എൻ്റെ ആൺമക്കളെ
രണ്ട് വിദ്യാഭ്യാസവും സമന്വയിച്ച് കിട്ടുന്ന ഒരു ദീനീ കലാലയത്തിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ്. എത്രത്തോളം ഞാൻ എൻ്റെ നാട്ടിലെ ഒട്ടനവധി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഏതാണ്ട് 1996 അന്ന് അവിടെ നിന്നും ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി എടുത്തിരുന്നു. ഇനിയൊരു ഇടവേള.